ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീണ്ടും ലൈംഗികാതിക്രമ കേസ് പിടിച്ചുകുലുക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കേസാണ് വെളിച്ചത്ത് വന്നത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതോ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകനും. ഇയാൾ NDA മുന്നണിയുടെ ഭാഗമായതിനാൽ BJPയെ അടിക്കാനുള്ള വടിയായി കേസിനെ ഉപയോഗിക്കുന്നുണ്ട്. സംഭവത്തിൽ BJPയും വലിയ ആശയക്കുഴപ്പത്തിലാണ്. NDAയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയും ജനതാദൾ നേതാവുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന പരാതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജ്വലിന്റെ അച്ഛനും മുൻ മന്ത്രിയുമായ HD രേവണ്ണയെ ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയായ അതിജീവിതയെ പ്രത്യേക അന്വേഷണ സംഘം രക്ഷപ്പെടുത്തി. മൈസൂരു ജില്ലയിലെ കലേനഹള്ളിയിലുള്ള രേവണ്ണയുടെ അടുത്ത അനുയായിയായ രാജഗോപാലിൻ്റെ ഫാം ഹൗസിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇവരെ ബംഗളൂരുവിലേക്ക് മാറ്റി. ഫാമിലെ സഹായിയെയും കസ്റ്റഡിയിലെടുത്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് വർഷങ്ങളായി രേവണ്ണ കുടുംബത്തിൽ നടക്കുന്നത്. ഫാം ഹൗസിലെയും വീട്ടിലെയും ജോലിക്കാരികളെയും മറ്റ് യുവതികളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാം ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാലും വിളിയെത്തിയാൽ പാദയാത്രയിൽ പോലും ഈ യുവതികൾക്ക് ഇവിടേക്ക് തിരിച്ചെത്തേണ്ടി വന്നിരുന്നു. വിസമ്മതിക്കുന്ന യുവതികളെയും കുടുംബത്തെയും കൊന്നുകളയുമെന്നും ഊരുവിലക്ക് ഏർപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മൈസൂരുവിലെ ഇവരുടെ വീട്ടുജോലിക്കാരിയായ 55-കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിനിടയിൽ മുറിയിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ അതിജീവിതയെ സംഘം രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ഏപ്രിൽ 29 മുതലാണ് ഇവരെ കാണാതായത്. തടവിലാക്കിയ അതിജീവിതയെ നിരവധി തവണ പ്രജ്വൽ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് മകൻ ആരോപിക്കുന്നത്. വോട്ടെടുപ്പിന് തലേ ദിവസം പ്രജ്വലിൻ്റെ 100 കണക്കിന് ബലാത്സംഗ വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നാലെ രാജ്യം വിട്ട പ്രജ്വലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണയ്ക്കും HD രേവണ്ണയ്ക്കുമെതിരെ പുതിയ 2ാമത്തെ ലുക്കൌട്ട് നോട്ടീസ് കർണാടക സർക്കാർ പുറത്തുവിട്ടിരുന്നു. അതിനിടെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കൂടുതൽ പരാതികൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമാണ് പരാതിക്കാരി. പ്രജ്വൽ തന്നെ 3 വർഷത്തിനു മേൽ ലൈംഗിക ചൂഷണം നടത്തിയെന്നും ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നുമാണ് പരാതി. ഏകദേശം 2976 പീഡന ദൃശ്യങ്ങൾ പ്രജ്വലിൻ്റെ കൈവശമുണ്ടെന്നാണ് വിവരം. വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിജീവിത MLA-മാരെയും MP-മാരെയും കാണുമായിരുന്നു. ഇത്തരത്തിൽ സമീപിച്ച സമയത്താണ് തന്നെ ഉപദ്രവിച്ചതെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം പറയുന്നത്. 2021 ജനുവരി 1-നും 2024 ഏപ്രിൽ 25-നും ഇടയിലായി താൻ പലതവണ ബലാത്സംഗത്തിനിരയായെന്നാണ് സ്ത്രീയുടെ മൊഴി. 2021 ഗവൺമെൻറ്റിന് കീഴിലുള്ള ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഉറപ്പാക്കുന്നതിനാണ് MP-ആയ പ്രജ്വലിനെ കാണാൻ പോയതെന്നാണ് പരാതിക്കാരി പറയുന്നത്. അതിജീവിതയുടെ മൊഴി ഇങ്ങനെയാണ്: എന്നോട് 1-ാം നിലയിൽ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ വേറെയും സ്ത്രീകൾ MP-യെ കാത്തിരിപ്പുണ്ടായിരുന്നു. ബാക്കി എല്ലാവരോടും സംസാരിച്ച് അവരെ പറഞ്ഞു വിട്ട ശേഷമാണ് എന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞത്. അയാൾ എന്നെ അകത്തേക്ക് വലിച്ചിട്ട് വാതിൽ പൂട്ടി. എന്തിനാണ് വാതിൽ പൂട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചു. അയാൾ എന്നോട് കട്ടിലിരിക്കാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയാണെന്നും അയാളുടെ അമ്മയ്ക്ക് MLA ടിക്കറ്റ് കിട്ടാതെ പോയതിന് കാരണം എൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എനിക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താൻ പറയുന്നത് അനുസരിക്കണമെന്നും അയാൾ പറഞ്ഞു. അയാൾ എന്നോട് വസ്ത്രങ്ങൾ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒച്ച വെച്ച് ആളെ കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നും എന്നെയും ഭർത്താവിനെ ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. താൻ വസ്ത്രങ്ങൾ അഴിക്കുന്നത് അയാൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെന്നും അതിനുശേഷമാണ് ബലാത്സംഗം ചെയ്തതെന്നും സ്ത്രീ പറയുന്നു. പുറത്ത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീഡിയോ പരസ്യമാക്കുമെന്നായിരുന്നു ഭീഷണി. പിന്നീട് അയാൾ എന്നെ വീഡിയോ കോൾ ചെയ്യുകയും നഗ്നത കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. പലതവണ ബലാത്സംഗം ചെയ്തു. അതിജീവിത പരാതിയിൽ പറയുന്നു. ഇത്രയും നാൾ പോലീസിൽ പരാതിപ്പെടാൻ ഭയമായിരുന്നുവെന്നും ഇപ്പോൾ പ്രജ്വലിനെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് പരാതി കൊടുക്കാൻ ധൈര്യം ഉണ്ടായതെന്നും സ്ത്രീ പറയുന്നുണ്ട്. ഏകദേശം 2976 പീഡന ദൃശ്യങ്ങൾ പ്രജ്വലിൻ്റെ കൈവശമുണ്ടെന്നാണ് വിവരം. വിദ്യാർത്ഥികൾ, വീട്ടുജോലിക്കാർ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ പ്രായത്തിലും പദവിയിലുമുള്ള സ്ത്രീകളെ ഇയാൾ തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ഇയാൾ സ്വയം പകർത്തി വയ്ക്കുമായിരുന്നു. കേസുകൾ വന്നതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് മുങ്ങിയിരുന്നു. ഇളയച്ചൻ കൂടിയായ ജനതാദൾ പ്രസിഡന്റ് HD കുമാരസ്വാമി പ്രജ്വലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും കുമാരസ്വാമി പറഞ്ഞു.